ഇടുക്കി കൊമ്പൊടിഞ്ഞാലിൽ വീടിന് തീപിടിച്ച് 4 പേർക്ക് പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കൊരുങ്ങുകയാണ് പോലീസ്. കാക്കനാട് റീജിയണൽ ഫോറൻസിക് ലാബിലെ വിദഗ്ധരുടെ സേവനം ഇതിനായി തേടും. ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, ഈ പറഞ്ഞതുപോലെ ഈ ദുരൂഹതകൾ ഒരുപാടുണ്ടെന്ന് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നിരന്തരം ആവശ്യം ഉന്നയിക്കുന്ന ഒരു സംഭവമാണ്. എങ്ങനെയാണ് പോലീസിന്റെ തുടർ നീക്കങ്ങൾ? മരിച്ചതായി പിറ്റേ ദിവസം നാട്ടുകാർ കണ്ടെത്തുന്നത്. ഒരു ദിവസത്തിന് ശേഷമാണ് ഈ മരണം നടന്നതും ഈ സംഭവം ഉണ്ടായതും വീട്ടിൽ തീപിടിച്ചതും ഒക്കെയുള്ള സംഭവങ്ങൾ നാട്ടുകാർ അറിയുന്നത്. അത്രത്തോളം ഒറ്റപ്പെട്ട സ്ഥലത്താണ് കൊമ്പൊടിഞ്ഞാൽ എന്ന പ്രദേശത്ത് ഈ വീടുള്ളത്. ഈ വീട്ടില് പഴക്കം ചെന്നൊരു വീടാണ്. ശുഭ എന്ന സ്ത്രീയും 2 മക്കളും, അഭിനവ്, അഭിനന്ദു എന്ന 2 മക്കളും, ശുഭയുടെ അമ്മ പൊന്നമ്മയും, ഇങ്ങനെ 4 പേരായിരുന്നു മരിച്ചത്. ഇവര് 3 പേരുടെ മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഒരു കുട്ടിയുടെ മൃതദേഹം മാത്രമാണ് മുറ്റത്ത് നിന്ന് നാട്ടുകാർ ആദ്യം കണ്ടെടുക്കുകയും പിന്നീട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഈ സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത്, നാട്ടുകാർ ആരോപിക്കുന്നത്. കാര്യം ആദ്യഘട്ടത്തിൽ ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന തരത്തിലായിരുന്നു നിഗമനം ഉണ്ടായിരുന്നത്. പോലീസിന്റെയും നിഗമനം അങ്ങനെ തന്നെയായിരുന്നു. മറ്റൊരു ദുരൂഹത ഇല്ല എന്ന തരത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത് ഇതിൽ ദുരൂഹതയുണ്ട് ഈ മരണത്തിൽ. അതുകൊണ്ട് തന്നെ ഇത് വളരെ കൃത്യമായ ഒരു പരിശോധനയും അന്വേഷണവും നടക്കണം എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദഗ്ധ സംഘത്തിന്റെ ഒരു സേവനം ആവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കി ഡിവൈഎസ്പി അന്വേഷണ ചുമതല അദ്ദേഹത്തിനാണ്. അദ്ദേഹം പോലീസ് മേധാവിക്ക് ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട്. കാക്കനാട് റീജിയണൽ ഫോറൻസിക് ലാബിലെ വിദഗ്ധരുടെ സേവനമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ കൂടുതൽ വ്യക്തത വേണം, അല്ലെങ്കിൽ ശാസ്ത്രീയ പരിശോധനകൾ കൂടുതൽ ആവശ്യമാണ് എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള പരിശോധനയ്ക്കായി ഈ കാക്കനാട് റീജിയണൽ ഫോറൻസിക് ലാബിലെ വിദഗ്ധരുടെ സേവനം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുമ്പ് പോലീസിന്റെ തന്നെ മറ്റൊരു വിഭാഗമായ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തിയ പരിശോധനയിലാണ് ഇത് ഷോർട്ട് സർക്യൂട്ട് അല്ല ഈ അപകട കാരണം എന്നുള്ളത് മനസ്സിലാക്കിയെടുത്തത്. ആദ്യം പ്രാഥമിക ഘട്ടത്തിൽ പോലീസ് അങ്ങനെയായിരുന്നു കരുതിയിരുന്നെങ്കിൽ, പക്ഷേ അത് അങ്ങനെയല്ല, ഷോർട്ട് സർക്യൂട്ട് അല്ല ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളത് പോലീസിന്റെ തന്നെ മറ്റൊരു വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ശാസ്ത്രീയമായ കൂടുതൽ പരിശോധന ആവശ്യമുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വ്യക്തമാവുകയും അതിനുവേണ്ടിയുള്ള നടപടികളുമായി ഇപ്പോൾ ഇടുക്കി ഡിവൈഎസ്പി മുന്നോട്ട് പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മേധാവിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. കാക്കനാട് റീജിയണൽ ഫോറൻസിക് ലാബിലെ വിദഗ്ധരായ ഉദ്യോഗസ്ഥരെ അവരെ എത്തിച്ചുകൊണ്ട് അവിടെ വിദഗ്ധരുടെ സേവനം അവിടെ ആവശ്യമുണ്ട് എന്നതുകൊണ്ട് ഈ കേസിന്റെ തുടരന്വേഷണം അവരെ കൂടി ഏൽപ്പിക്കണം എന്നുള്ളതാണ് ആവശ്യം. ശരി ആൽവിൻ, വ്യക്തമാണ്.